ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദോശയ്ക്ക് നല്ലൊരു നാളികേര ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകണം. നാളികേര ചട്നി. ഇവിടെ നല്ല മഴയാണ്. മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഞാനിതിലിപ്പോൾ ഒരു നാളികേരം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു നാളികേരമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താപ്പോൾ ഈ ചട്നിക്ക് ഇത്ര പ്രത്യേകത എന്ന് തോന്നും. നോക്കാത്ത എന്തൊക്കെയാണെന്ന്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. പിന്നെ എപ്പോഴും നമ്മളിടുന്ന പോലെ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കുട്ടി കഴിക്കാൻ വരുന്നതുകൊണ്ട് 6 ഇടുന്നു. അല്ല, നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 7-8 മുളകൊക്കെ ഇടാം. പിന്നെ അതിൻ്റെ കൂടെ കൊച്ചുള്ളി കണ്ടോ, ഇതൊരു 4 ഉള്ളീനെ ഞാൻ 2 കഷ്ണങ്ങളാക്കി വെച്ചതാണ്. കൊച്ചുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, സവാളയല്ല ഉള്ളി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ സാധാരണ നമ്മൾ ഇടാറുണ്ടല്ലോ, അതുപോലെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല ഫ്രഷ് കരിവേപ്പില. എൻ്റെ വീട്ടിലത്തെ കരിവേപ്പില എന്ത് ഫ്രഷാണ് നോക്കും. ഈ കരിവേപ്പിൻ്റെ ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സ്പെഷ്യൽ സാധനം ഇടാൻ പോകുന്നുണ്ട് കേട്ടോ, ലാസ്റ്റ് പറയാം. പിന്നെ ഈ ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ്, അത് നിങ്ങളുടെ അളവിന് എത്രയാണ് വേണ്ടച്ചാൽ അതിനനുസരിച്ചിടുക. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് നമ്മുടെ കേട്, തൈര്. ഇതൊഴിച്ച് നിങ്ങൾ ചട്നി അരച്ച് നോക്കും, നല്ലൊരു ടേസ്റ്റായിരിക്കും ആ ചട്നിക്ക്. അതിൽ തൈര് ഒഴിച്ച കാരണം ഇനി വെള്ളം ഒഴിക്കണോ വേണ്ടേ എന്നുള്ളത് അരച്ച് നോക്കിയതിന് നിങ്ങൾ 2 അടി അരയ്ക്കുക, അതിൽ വെച്ചിട്ട് കറക്കുക. അതിന് ശേഷം നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് തന്നെ അരയും. ഒരുപാട് നൈസായിട്ട് അരയ്ക്കും വേണ്ട കേട്ടോ. അപ്പം അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പാകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ അരച്ച് കഴിഞ്ഞു. ഒരുപാട് അരഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ തുള്ളി വെള്ളം ഒഴിച്ചിരുന്നു കേട്ടോ. തൈര് കൂട്ടി അരച്ചതിന് ശേഷം തുള്ളി വെള്ളം ഒഴിച്ചിരുന്നു. ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത് അത്യാവശ്യം എന്താ കുറച്ച് കട്ടിക്കൊക്കെ ഉള്ളതാണ് അരച്ചിരിക്കുന്നത്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ഒരു വറവുണ്ടാക്കാം. അതിന് ചെറിയൊരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടാവട്ടെ. സിമ്പിളായ ചട്നിയാണ്, പക്ഷേ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ആവുക. തൈരൊക്കെ ഒഴിച്ച്, തൈര് അതുപോലെ ഉള്ളി ഇഞ്ചിയൊക്കെ പാടുന്നത് ഭയങ്കര കോമ്പിനേഷനാണത്. കഴിച്ച് നോക്കണം. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇങ്ങനെ ചട്നീന്ന് എനിക്ക് അറിയില്ല. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. ട്രൈ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ ചട്നികളല്ലേ, അപ്പോൾ നമുക്കതിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ മതി. ഈ എണ്ണ ഒന്ന് നന്നായി ചൂടാവട്ടെ. നമ്മളെടുത്ത് വെച്ച ഈ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ എപ്പോഴത്തെയും പോലെയൊക്കെ തന്നെ, സാധാരണ പോലെ തന്നെ. പിന്നെ കടുക് പൊട്ടുമ്പോൾ നമ്മൾ പച്ചമുളക് ഇടുക. നല്ല ഫ്രഷായ കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഞരടിയിട്ടിട്ട് കൊടുക്കുക. ചട്നിക്ക് നല്ലൊരു നൈസ് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഇനി ചട്നി എന്ന് പറയണ്ടേ. ഞാനെപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല നൈസിലൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ നോക്കാം. കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ.
ഒഴിച്ചു കൊടുക്കുക. കുറേ പേര് ഇങ്ങനെ പേപ്പർ പോലെ ദോശ ഉണ്ടാക്കണ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കണത് കാണിച്ചത്. ഞാൻ പറയാറില്ലേ, അരച്ച മാവിൽ ഇങ്ങനെ നൈസ് ദോശ ഉണ്ടാക്കാൻ കിട്ടും. ഒരു പ്രാവശ്യം ഞാൻ അരച്ച മാവിൽ ഇഡ്ഡലി നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു ഒരു ദോശ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. ആ ഇഡ്ഡലിയുടെ ജ്യോതിസ് കറി വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി മാവ് എങ്ങനെയാണ് അരച്ചിരിക്കണമെന്നൊക്കെ കാണാതാണ്. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് നല്ല നൈസ് ദോശയും കിട്ടും. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ചട്നി, അതിങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ഈ ദോശ കണ്ടോ എന്ത് നൈസാണ് നോക്കൂ. റോസ്റ്റ് പോലെ ഉണ്ട് കണ്ടോ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ മാവ് അരച്ചതാ നല്ല ടേസ്റ്റാണോ ചട്നി. എല്ലാം ഉപ്പ് എരി പുളി എല്ലാം പാകത്തിനാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ല, കഴിച്ചു നോക്കിയിട്ട് പറയണതാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ഇടാൻ തോന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ വേണം. പിന്നെ ലൈക്കൊക്കെ ചെയ്യാവുന്ന, ഇതിന് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല ചട്നിയാണ്. ഇഡ്ഡലിക്ക് പറ്റും, ദോശയ്ക്കും എല്ലാറ്റിനും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.